ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു അടിപൊളി ഒരു ഐറ്റം പരിചയപ്പെടുത്താൻ. അതായത് ഫോസി ഓഡി എന്ന് പറയുന്ന ഒരു പുതിയൊരു കമ്പനിയുടെ ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോയും അതുപോലെ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ പെർഫോമൻസും കൂടെ നോക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അതായത് ഫോസിയോയുടെ ലേബിൾ കൊടുത്തിട്ടുണ്ട്. അവരുടെ BT20 Pro എന്ന് പറയുന്ന ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ നല്ല ബോക്സിൽ നല്ല സേഫായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ക്ലാസ് ഡി ആംപ്ലിഫയർ ആണെങ്കിലും നല്ലൊരു വെയിറ്റ് ഈ ബോക്സിന് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വാറൻറ്റിയുടെ ഡീറ്റെയിലും അതുപോലെ തന്നെ ഇത് റീപ്ലേസ്മെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് 30 ഡേയ്സ് റിട്ടേൺ പോളിസിയും അതുപോലെ തന്നെ 18 മാസം വാറൻറ്റിയും ഈ പ്രൊഡക്റ്റിന് കൊടുക്കുന്നുണ്ട്. ലൈഫ് ടൈം സർവീസ് സപ്പോർട്ടുള്ള ഒരു നല്ലൊരു കമ്പനിയാണ് ഫോസിയോഡി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ അതിൻ്റെ അകത്തേക്ക് നോക്കുവാണെങ്കിൽ ഇതുപോലെ ഒരു നല്ലൊരു സേഫായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ട് തന്നെയാണ് നമുക്കിത് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു മാനുവൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൽ ഇതിൻ്റെ അകത്ത് മാനുവൽ ഡീറ്റെയിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ഡീറ്റെയിലും ഓംസും വാട്സും എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് തന്നെ അവരത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ക്ലാസ് ഡി ആയതുകൊണ്ട് തന്നെ SMPSലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എക്സ്റ്റേണലായിട്ട് ഈ അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ടാണ് ഇത് കൊടുക്കേണ്ടത്. അതായത് 32 വോൾട്ടേജ് തൊട്ട് നമുക്ക് 45 വോൾട്ടേജ് DC വരെ കൊടുക്കാൻ പറ്റുന്ന ഒരു അഡാപ്റ്ററാണിത്. അതിൻ്റെ കൂടെ തന്നെ കേബിളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ചെറിയൊരു പ്രൊഡക്റ്റാണ്. പക്ക ക്വാളിറ്റി ഫിനിഷിങ്ങിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ. ആദ്യം തന്നെ ഇതിൻ്റെ എടുത്തു പറയുന്നത് ഫ്രണ്ടിൽ ഒരു ലേബിൾ കൊടുത്തിട്ടുണ്ട്. BT20A എന്ന് പറയുന്ന ഒരു ലേബിളുണ്ട്. പിന്നെ ഇതിൻ്റെ ഫിനിഷിംഗ് ആണ്, കണ്ടില്ല, പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഫിനിഷിങ് ഇതിന് വരുന്നുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു നമ്മളൊരു ഡിഫറെൻ്റ് ഒരു ഡിസൈനിങ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഒരു ഓണം സ്വിച്ചും അതുപോലെ തന്നെ ബേസും ട്രിബിളും വോളിയവും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫ്രണ്ട് കൺട്രോളുകൾ വരുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇതിലേക്ക് 2 സ്റ്റീരിയോ ഇൻപുട്ട് കൊടുക്കാം. അതായത് TV എന്നോ അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഓഡിയോ പ്ലെയറിൽ നിന്ന് ഇതിലേക്ക് ഒരു ഇൻപുട്ട് കൊടുക്കാം. പിന്നെ ഒരു പ്രീഔട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലൂടൂത്തിൻ്റെ ആൻറ്റിന ബാക്ക് സൈഡ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ബ്ലൂടൂത്ത് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിലേക്കാണ് നമ്മൾ DC കണക്ഷൻ കൊടുക്കേണ്ടത്. അതായത് 45 വോൾട്ടേജ് വരെ നമുക്കിതിലേക്ക് DC കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അവരത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ സ്പീക്കർ ഔട്ടിന് വേണ്ടി നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു ബനാന സോക്കറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. 2 സ്റ്റീരിയോ ഔട്ടാണ് ഇതിൻ്റെ വരുന്നത്. അതായത് 125 വാട്ട്സ് പെർ ചാനൽ കിട്ടുന്ന രീതിയിൽ 2 സ്റ്റീരിയോ ഔട്ടാണ്. ടോട്ടൽ 300 RMS ആണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഒരു 100 RMS ഒക്കെയായിട്ട് ഓരോ ചാനലിൽ നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിലേക്ക് ഒരു ഓണം സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോർമലി അത് ഓണാകുമ്പോൾ ഒരു റെഡ് ലൈറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പവറിൻ്റെയും ഒരു ഗ്രീനും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് ഓൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിൽ ഓളിംഗ് കൺട്രോളിൽ ഡീപ്പായിട്ടൊന്ന് പ്രസ് ചെയ്താൽ ബ്ലൂടൂത്ത് ഓട്ടോമാറ്റിക് ഓൺ ആകുന്നതായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ബ്ലൂടൂത്ത് കണക്ഷൻ കൊടുക്കേണ്ടത്. വേറെ ഡിസ്പ്ലേ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നല്ല ട്രിബിളും അതുപോലെ തന്നെ ബേസും ഉണ്ട്. 2 ഓപ്പൺ ബേസാണ് ഇതിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഓപ്പൺ ബേസ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഇടണമെങ്കിൽ ഇടാം. അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈനിങ് എല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്ക് സൈഡിലേക്ക് സ്പീക്കറോട്ട്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ആംപ്ലിഫയറിൽ വരുന്നത്. പക്ക ഡീസൻറ്റ് ക്വാളിറ്റി അതുപോലെ നീറ്റ് ആൻഡ് ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു നല്ലൊരു പ്രൊഡക്റ്റ് അങ്ങനെ പറയാം. മാർക്കറ്റിൽ ഇപ്പം നല്ലൊരു ആവശ്യക്കാർ ഈ പ്രൊഡക്റ്റിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് തന്നിട്ട് നമ്മൾ റിവ്യൂ ചെയ്യാനും അതുപോലെ തന്നെ ചെയ്തു നോക്കാനുള്ള ഒരു കാരണം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ വീഡിയോയുടെ കൊടുക്കാം. നിങ്ങൾക്കിത് ആമസോണിൽ നിന്ന് ഇത് പർച്ചേസ് ചെയ്യാവുന്നതുള്ളൂ. അതല്ലാതെ നമ്മൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാണെങ്കിലും നിങ്ങൾക്കിത് മേടിക്കാവുന്നതുള്ളൂ. എന്തായാലും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ആമസോണിൽ നോക്കിയാൽ അവരുടെ പല പ്രൊഡക്റ്റുകളും അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് ഏത് വേണമെങ്കിലും മേടിക്കാവുന്നതുള്ളൂ. അപ്പോൾ സ്റ്റീരിയോ നല്ല പാട്ട് കേൾക്കണമെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ്. അത്രയും നല്ല ക്വാളിറ്റി നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തൊരു പ്രീ ഔട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒരു ആംപ്ലിഫയറിലേക്ക് കൊടുക്കാനാണെങ്കിൽ അങ്ങനെയും കൊടുത്തു വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതുള്ളൂ. എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റ്.
പിന്നെ നമുക്കിതിൻ്റെ കുറച്ച് ഡീറ്റെയിലേക്ക് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ഒരു 2 ohms ആണ്, 2 to 8 ohms വരെ നമുക്കിതിൽ കൊടുക്കാൻ സാധിക്കും. ടോട്ടൽ ഒരു 300 RMS ആണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ചാർജർ വന്ന് 32 വോൾട്ടേജിൻ്റെ 5 ആംപിയറിൻ്റെ ഒരു അഡാപ്റ്ററാണ് ഇതിൻ്റെ കൂടെ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാം അതുപോലെ തന്നെ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് ആണെങ്കിലും ഇപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാം പക്ക ഒരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു നല്ലൊരു പ്രൊഡക്റ്റ്, രണ്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രൊഡക്റ്റ് തന്നെ പറയാം. അപ്പോൾ ഇത് സംബന്ധമായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ആവശ്യക്കാർക്ക് നമ്മുടെ സൈറ്റിൽ മേടിക്കും. അതല്ലാതെ നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടാൽ മതിയാവും. പുതിയൊരു നല്ലൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ.